നമ്മളിത് നാരങ്ങച്ചാറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അതുപോലെ ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. നാരങ്ങച്ചാർ തയ്യാറാക്കാൻ 13 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. മൊത്തം 1/2 കിലോ വെയിറ്റ് ഉണ്ട്. നാരങ്ങ കഴുകിയതിനു ശേഷം ഒരു സ്റ്റീമറിലോ ഇതുപോലെ ഇഡലി പാത്രത്തിലോ വെച്ച് ആവി കയറ്റണം. 8 മിനിറ്റ് ആവി കയറ്റിയിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ തൊലി പൊട്ടി ഉടഞ്ഞു പോകരുത്. തൊലി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ചില നാരങ്ങ ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കും സോഫ്റ്റ് ആയി വരെ. ചെറുനാരങ്ങയുടെ തൊലി സോഫ്റ്റ് ആയി വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്ത് ഇഡലി പാത്രത്തിൽ നിന്ന് മാറ്റി തണുക്കുമ്പോൾ കട്ട് ചെയ്ത് ഉള്ളിലെ കുരുവൊക്കെ മാറ്റണം. അതിനുശേഷം കട്ട് ചെയ്ത ചെറുനാരങ്ങയിലേക്ക് 2 ടേബിൾ സ്പൂൺ കല്ലുപ്പും 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും ചേർത്ത് ഇളക്കി നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് അച്ചാറിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട്. ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 3 ഏലക്കായും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കാം. സാധാരണ നമ്മൾ ഏലക്കായും ഗ്രാമ്പും ഒന്നും ചേർക്കാറില്ല അച്ചാറിൽ. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അച്ചാറിന് നല്ല മണം കിട്ടും. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ചൂടായി കിടക്കുന്ന ചട്ടിയിലേക്ക് 100 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ 1/2 കപ്പ് വെളുത്തുള്ളി 2ആക്കി കട്ട് ചെയ്തത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഗോൾഡൻ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അടുത്തതായി 2 ടേബിൾ സ്പൂൺ ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി ചട്ടിയിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വറുത്ത് കോരിയതിന് ശേഷം 6 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് എണ്ണയിലേക്കിട്ട് മൂപ്പിച്ചെടുക്കണം. പച്ചമുളക് വറുത്ത് കോരിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടുക് ഈ എണ്ണയിലേക്കിട്ട് അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാകും. ആ ചൂടിൽ കിടന്ന് കടുക് പൊട്ടിക്കോളും. ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യില്ല. എണ്ണയുടെ ചൂടിൽ കിടന്ന് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്ന പൊടികളെല്ലാം മൂത്ത് കിട്ടും. കടുക് പൊട്ടിയതിന് ശേഷം 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് പൊടികൾ മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ചെറുനാരങ്ങ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇനി നേരത്തെ പൊടിച്ചു വെച്ച കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറുത്തു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി നാരങ്ങയിലേക്കിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ കായും കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അവസാനമായി അച്ചാറിൻ്റെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. നാരങ്ങയ്ക്ക് പുളി ഉണ്ടാവും. അതുപോലെ അച്ചാർ കേടാവാതിരിക്കാൻ 2 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചസാര ചേർത്തില്ലെങ്കിൽ അച്ചാർ നല്ല പുളിയായി പോകും. ഇനി എല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. നമ്മുടെ നാരങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ ചൂടാറി കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഈ അച്ചാർ ഫ്രിഡ്ജിൽ വയ്ക്കൊന്നും വേണ്ട കേട്ടോ. പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് അച്ചാർ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോഴാണ് നാരങ്ങയിലേക്ക് ഉപ്പും എരിവും ഒക്കെ പിടിക്കുകയുള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്